ഹായ് ഗായ്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ മോനെ മദ്രസയ്ക്ക് വിടാൻ പോവുകയാണ്. മോനെ ഈ റോഡൊന്ന് മുറിച്ച് കടത്തി കൊടുക്കണം. തൊട്ടടുത്താണ് മദ്രസ. അപ്പോൾ അവൻ പോയിക്കോളും. തിരിച്ച് വരുമ്പോൾ ഇതേപോലെ ഇവിടെ വന്നു നിൽക്കും കേട്ടോ. അപ്പോൾ അതവൻ പോയി. ഇനി നേരെ ഞാൻ അടുക്കളയിലേക്കാണ് കയറുന്നത്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ് തുടക്കം. ഇനി വേണം ചായയും കാപ്പിയൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. എനിക്കും ഉമ്മാക്കും രാവിലെ കട്ടൻ ചായയാണ്. നാഷ്ടക്കാണ് ഞങ്ങൾ പാൽ ചായ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് കാപ്പിയാണ്, നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടുള്ള കാപ്പിയല്ലേ, ഉപ്പാക്ക് ആ കാപ്പിയാണ്. 2 നേരത്തിനുള്ള കാപ്പി ഞാൻ രാവിലെ തന്നെ വെക്കും. നാഷ്ടക്കുള്ള കാപ്പി ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉപ്പാക്കുള്ള കാപ്പി ഇവിടെ റെഡിയായി, ഞങ്ങളുടെ കട്ടൻ ചായ ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഗ്രീൻ പീസ് കറിയാണ്. ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസും കറിയാണ്. അപ്പോൾ നൂൽപുട്ടിലേക്കുള്ള ഗ്രീൻ പീസ് കറി റെഡിയാക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കൂടെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കൊണ്ട് അങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, അതിലേക്കുള്ള ഉള്ളി, തക്കാളി, മസാലപ്പൊടികൾ എല്ലാം കൂടി ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഒറ്റ തട്ടാണ്ട് തട്ടു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസിലടിക്കാൻ വെക്കുകയാണ് ചെയ്യുക. ഇതാ ഗ്രീൻ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഈ പൊടീൻ്റെ കൂടെ ആദ്യം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് അതിലേക്ക് ആവട്ടെ പറഞ്ഞിട്ട് കുക്കർ അടിച്ച് ഇനി ഞാൻ ഗ്യാസിൽ വെക്കാൻ പോവുകയാണ്. ഒരു 4 വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് ഓഫാക്കും. 4 വിസിലിൽ കടല നന്നായി വെന്തണം. നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച കടലയാണല്ലോ. അപ്പോൾ കടല ഉരുളക്കിഴങ്ങൊക്കെ 4 വിസിലിൽ തന്നെ വന്ന് കിട്ടും. ഇനി അടുത്ത പരിപാടി നൂൽപുട്ട് ഉണ്ടാക്കാനാണ്. നൂൽപുട്ടിനുള്ള വെള്ളം ഞാൻ വെക്കാൻ പോവുകയാണ്. ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ടിനുള്ള വെള്ളമൊക്കെ വെക്കുക. ഇതിൽ തന്നെയാണ് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പിടും കേട്ടോ. നമ്മുടെ നൂൽപുട്ടിന് ആവശ്യമുള്ള ഉപ്പ് അതിൽ തന്നെ ഇടും. എനിക്ക് പൊടിയിൽ ഉപ്പിട്ടാൽ ശരിയാവില്ല, അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോഴേക്കും ഇതാ ചെറിയ മോന് നീച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ കരച്ചിൽ അവിടെ കേൾക്കുന്നുണ്ട്. ആളെ രാവിലെ നീച്ച് വരുമ്പോൾ തൊട്ടി കടത്തിയിട്ടാണ് വരിക. അപ്പോൾ അതാ നീച്ചിട്ടുണ്ട്. ഇനി അവനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവനൊന്ന് സെറ്റാക്കിയാലാണ് ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അവനവിടെ ക്ലാസ്സും ചായയും ഒക്കെ കൊടുത്തിട്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് കുടിക്കണം എന്നുള്ള വാശിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നൂൽപുട്ടിനുള്ള പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. പൊടിക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവാക്കി എടുക്കണം. ഞങ്ങൾ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയല്ല, നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി പൊടിപ്പിച്ചതാണിത്. അപ്പോൾ ഇതാ മാവൊക്കെ ആക്കി സെറ്റാക്കി ഇനി നൂൽപുട്ട് പൂയിച്ചാൻ തുടങ്ങി കേട്ടോ. നന്നായി കിട്ടുന്നുണ്ട് എനിക്ക്. നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയായത് കൊണ്ടാണ് എന്താണെന്നറിയില്ല, എനിക്കിത് നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ നൂൽപുട്ടൊക്കെ ആയി. ഇനി ഇത് വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് നൂൽപുട്ടും ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെക്കുള്ളൂ, നന്നായി വെന്തോട്ടെ പറഞ്ഞിട്ട്. ഇനി നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ കൂടി ഞാൻ പെരുജീരകമാണ് ഇട്ടിരിക്കുന്നത്. പെരുജീരകം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. ഇത് നന്നായി വറുത്തെടുക്കും. നല്ലൊരു ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്, ചൂടാറിയിട്ടോ. ഇനി ഞാനിത് മിക്സിയിലിട്ട് അരക്കുകയാണ്. ഞാൻ ആ ചട്ടിക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ വറവിൻ്റെ ആ സൈഡിലൊക്കെ കുറച്ചുണ്ടാവില്ല, അപ്പോൾ അതും കൂടി കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട് ചട്ടിയിലും കൂടി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരക്കുകയാണ്. ഞാൻ നന്നായി പേസ്റ്റാക്കി അരയ്ക്കും. നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായി പേസ്റ്റായി അരയല്ലോ. ചിലരൊക്കെ ചതഞ്ഞ പോലെ ഇരിക്കുക. അപ്പോൾ ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തു. നമ്മുടെ ഉരുളക്കിഴങ്ങും കടലയും എല്ലാം 4 വിസിലിൽ തന്നെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കടലയിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു, ഒന്ന് പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ചേർക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഈ അരച്ച് വെച്ച തേങ്ങ അരപ്പ് അതിലേക്ക് കൂട്ടുകയാണ്. തേങ്ങ അരപ്പ് കൂട്ടിയതിന് ശേഷം ഒന്ന് നന്നായി തിളക്കണം കേട്ടോ. തേങ്ങാരപ്പിൻ്റെ പച്ച കുത്തുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലേ ആ കറിക്ക് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ആ തേങ്ങ അരപ്പിൻ്റെ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ഒരു നല്ലൊരു ഫ്ലേവറാണല്ലോ നമ്മുടെ കറികൾക്കൊക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഞാൻ ഈ ഗ്യാസിൽ നിന്ന് അപ്പുറത്തെ ഗ്യാസിലേക്ക് കുക്കർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഗ്യാസിൽ ഞാൻ ചീനച്ചട്ടി വെക്കുകയാണ്. നമുക്ക് ഗ്രീൻ പീസ് കറി താളിക്കണമല്ലോ. ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് താളിക്കുക. അപ്പോൾ അതിലേക്കുള്ള ഓയിലും ഉള്ളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിക്കാം. കറിവേപ്പില ഇടാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ അതാ ഉള്ളി ബ്രൗൺ കളറായി. ഞാനിത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. ആ കറിയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ആക്കിയിട്ട് ഞാൻ വീണ്ടും ആ കറിയിലേക്ക് തന്നെ ആക്കുന്നുണ്ട്. നമ്മൾ ഈ ചട്ടിയിലാണ് കുറച്ച് ഉള്ളീൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടി അതിൽ കൂടി ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ ആയി. ഇനി നമുക്ക് ഉപ്പാക്ക് രാവിലെ നേരത്തെ ഞാൻ നാഷ്ട കൊടുക്കും കേട്ടോ. ഉമ്മി ഞാനും മോൻ മദ്രസ വിട്ട് വന്നിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഉപ്പാക്കുള്ളതാ നാഷ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയ മോനിക്ക് നല്ല വാശിയായി ഉറക്കം വന്ന് തുടങ്ങി. അപ്പോൾ അവനക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവന് ഉറക്കാൻ പോവുകയാണ്. അവൻ ഉറങ്ങി നീച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചോറ് വെക്കണം, കറി വെക്കണം, അതൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അതിനിവ ഉറങ്ങിയാലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അവനെ ഉറക്കിയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ അവനെ ഉറക്കി വന്ന് ചോറിനുള്ള തീ പിടിപ്പിക്കാൻ പോവുകയാണ്. ചോറിനുള്ള കറി അതൊക്കെ ഞങ്ങൾ അടുപ്പിലാണ് വെക്കുക. ബാക്കിയുള്ള നാഷ്ടയും പരിപാടികളെല്ലാം ഗ്യാസിലും ചെയ്യും. അപ്പോഴേക്കും മോൻ്റെ മദ്രസ വിടാനുള്ള ടൈമായപ്പോൾ മോനെ കൊണ്ടുവരാൻ പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ. അവൻ തനിയെ വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഈ റോഡ് മുറിച്ച് കിടക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനോ ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവനെങ്ങനെ കടത്തി കൊടുത്താൽ മതിയല്ലോ വേണ്ടിട്ട്. അപ്പോൾ അതാ മോന് മദ്രസ വിട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ മദ്രസയിൽ നിന്ന് കൂട്ടി വന്നു. വീണ്ടും അടുക്കളയിൽ കയറി ഇനി നാഷ്ടയ്ക്കുള്ള ചായ വെക്കുകയാണ്. നാഷ്ടയ്ക്ക് ഞങ്ങൾ പാൽ ചായയാണ് കേട്ടോ വെക്കുക. അപ്പോൾ നാഷ്ടയ്ക്കുള്ള ചായക്കുള്ള വെള്ളം ബാക്കി രാവിലത്തെ കട്ടച്ചായ ഉണ്ടായിരുന്നു, അതിൽ കൂടെ കുറച്ച് വെള്ളം വെച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെ പാലൊഴിച്ചു, പഞ്ചസാര ഇട്ടു, പൊടി ഇട്ടു. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സിമ്മാക്കി വെക്കും കേട്ടോ, പൊടിയൊന്ന് നന്നായി തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കളറും കിട്ടും, പൊടി നന്നായി വെന്തും കിട്ടുമല്ലോ. അപ്പം ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് അപ്പളക്കിനും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനുള്ള അരി ഇട്ടു കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയത്. ഞങ്ങളൊരു കപ്പ് ചായയാണ്, എനിക്ക് ഉമ്മാക്ക് നല്ല ചായ വേണം കേട്ടോ നാഷ്ടയ്ക്ക്. അപ്പോൾ ഒരു കപ്പ് ചായയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മോൻ അങ്ങനെ ചായ കുടിക്കൂല, ഇടയ്ക്ക് തോന്നിയാൽ മാത്രം അവൻ ചായ കുടിക്കും, അല്ലെങ്കിൽ പിന്നെ കുടിക്കൂല കേട്ടോ. ഹോർലിക്സോ ബൂസ്റ്റാണ് എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്യും. അപ്പോൾ ചായ നാഷ്ട കഴിക്കാൻ പോവുകയാണ്. ചായയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. മോനക്കുള്ള നാഷ്ട കൊടുത്തു കേട്ടോ. അപ്പോൾ 1-2 കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനി നമുക്ക് കറിക്കുള്ള പരിപാടികൾക്ക് പോവുകയാണ്. അതിന് മുമ്പ് കിച്ചൺ നന്നായി ക്ലീനാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിന് സാമ്പാറും ബീൻസ് തോരനും ഉരുളക്കിഴങ്ങ് പൊരിച്ചതുമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. അപ്പോൾ സാമ്പാറിലേക്ക് ഉള്ള കഷ്ണം കൊണ്ട് ഓണം പോലെ അറിയൂല, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഉള്ള കഷ്ണം വെച്ചിട്ടൊരു സാമ്പാർ. ഇവിടെ ഉമ്മയാട്ടോ സാമ്പാർ വെക്കുക. ഇവിടെ ഉമ്മ സാമ്പാർ വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മയാണ് സാമ്പാർ വെക്കുന്നത്. ഉപ്പേരി ബീൻസ് ഉപ്പേരിയും ഉരുളക്കിഴങ്ങ് പൊരിക്കണമുണ്ട് കേട്ടോ. സാമ്പാറിന് വേണ്ട പരിപ്പ് അടുപ്പത്ത് വെക്കുകയാണ്. പരിപ്പിൽ ഞങ്ങൾ ഒരു തുണ്ട് വെളുത്തുള്ളി ഇടും. അത് ഇവിടുത്തെ ഉമ്മാക്ക് നിർബന്ധമാണ് കേട്ടോ. ഒരു തുണ്ട് വെളുത്തുള്ളി നമ്മൾ ഏതൊരു പരിപ്പ് കറി വെക്കുകയാണെങ്കിൽ അതിലിടും. പരിപ്പ് വെന്തതാ കഷ്ണങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇനി തക്കാളിയും പച്ചമുളകാണ് ഉമ്മ ഇടുക. ഉള്ളി ഇടൂല. ഉള്ളി സാമ്പാറിൽ ഇവിടെ ഇടുന്ന കാണാറില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളക് ഇട്ട് ഇനി കഷ്ണം വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് കഷ്ണം നന്നായി വെന്ത് കിട്ടണമല്ലോ. വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് കഷ്ണം വേവിക്കാൻ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പ് ശരിയാക്കാണ്ട് നമ്മുടെ സാമ്പാറിലേക്കുള്ള അരപ്പ് തേങ്ങ വറുത്തിട്ടുള്ളത് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ കായം ഉലുവയും അതൊക്കെ ഇട്ട് തേങ്ങ വറുക്കുകയാണ്. ഇതിലേക്ക് തന്നെ ഉമ്മ പൊടികളും ഇടും.
തേങ്ങയിലേക്ക് തന്നെ പൊടികളിട്ട് വറക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇടൂല, വറക്കണ തേങ്ങയിലേക്ക് ഇടുകയാണ്. അപ്പോഴേക്കും ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരപ്പ് അതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് പാകമാണോ ഇല്ലേന്ന് നോക്കിയിട്ട് വീണ്ടും ഇടാം. നമ്മൾ ഈ തേങ്ങ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ തിളക്കാൻ വെക്കൂല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കും. നമ്മൾ ഒരുപാട് നേരം തിളക്കാൻ വെക്കൂല. എന്നിട്ട് ഇപ്പുറത്തേക്ക് ഞങ്ങൾ ഇറക്കി വെച്ചതിന് ശേഷം അതാ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. സാമ്പാറിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആണല്ലോ മല്ലിയില. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കണം കേട്ടോ. കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് താളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കൽക്കുള്ളത്. ഇനി ഒരു ബീൻസ് തോരനാണ്. അപ്പോൾ ബീൻസ് തോരന് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയും കൂടി ചെരുവിയിടും കേട്ടോ. ഞങ്ങൾ ബീൻസ് തോരനിലൊക്കെ തേങ്ങ ചെരുവിയിടാറുണ്ട് ഇവിടെ. തേങ്ങയും കൂടി ചെരുവിട്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കൽക്കത്തെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.